വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. യുഎഇയിൽ അദ്ദേഹം പോയി. അതിനുശേഷം അദ്ദേഹം സ്വിറ്റ്സർലാൻഡിൽ പോയി. ശേഷം നോർവേയിലേക്ക് അദ്ദേഹം പോയി. ഇപ്പോൾ അദ്ദേഹം ഇറ്റലിയിലാണ്. ആഹ് അദ്ദേഹം പല രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ യുഎഇയിലൊക്കെ പോയപ്പോൾ അദ്ദേഹത്തിന് ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാ രാജ്യങ്ങൾക്കും അദ്ദേഹത്തിന് അത് തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ നോർവേയിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു വിവാദത്തിൽ ഏർപ്പെട്ടു. വിവാദത്തിൽ ഏർപ്പെട്ടതാണോ ഏർപ്പെടുത്തിയതാണോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. നോർവേയിൽ പോയപ്പോൾ നോർവേ ഭരണാധികാരിയും അദ്ദേഹവും തമ്മിലുള്ള എല്ലാ ചർച്ചകൾക്കും ശേഷം ഒരു ബ്രീഫിംഗ് ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും നടത്തുന്ന ഒരു കാര്യമാണ്. 2 ഭരണാധികാരികൾ തമ്മിൽ ഒരു ബ്രീഫിംഗ് നടക്കും. ആ ബ്രീഫിംഗ് വന്ന് മാധ്യമപ്രവർത്തകർ എഴുതിയെടുത്തുകൊണ്ട് പോകും. അതിനകത്ത് ചോദ്യങ്ങളൊന്നും വരാറില്ല. ആ ബ്രീഫിംഗ് കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് ഇറങ്ങിയപ്പോൾ വലിയൊരു ശബ്ദം അവിടെ കേട്ടു. ആ ശബ്ദം ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഒരു നോർവീജിയൻ മാധ്യമ പ്രവർത്തകയുടേതായിരുന്നു. ഇനി അവർ മാധ്യമ പ്രവർത്തകയാണോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അവരുടെ പത്രം ഏതാണെന്ന് പോലും അതുവരെ ലോകത്തിൽ ആർക്കും അറിയില്ലായിരുന്നു. എന്തിനു പറയുന്നു, നോർവീജിയൻ ഗവൺമെന്റിന് പോലും അറിയായിരുന്നു ഏത് പത്രത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് എന്നുള്ളത്. ഇവർ ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് അവർ ഉറക്കെ ചോദിച്ചത്. അപ്പൊ പ്രധാനമന്ത്രി അത് ശ്രദ്ധിച്ചില്ല. പ്രധാനമന്ത്രി നടന്നു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇറ്റ്സ് എ ബ്രീഫിംഗ്. അതൊരു ബ്രീഫിംഗ് ആണ് എന്ന് ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. ആ ബ്രീഫിംഗ് ആണ്, അത് പ്രസ് കോൺഫറൻസ് അല്ല എന്ന് മനസ്സിലാകും. അത് കഴിഞ്ഞ ശേഷം വേറൊരു ദൃശ്യം പുറത്തു വന്നു. അത് ചർച്ചയായിട്ടുമില്ല. ദ ഹോൾ നെറേറ്റീവ് അറൌണ്ട് ബീങ് ഫസ്റ്റ് ഇൻ ദ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഓൾ സപ്പോർട്ട്സ് വൺ ദ നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ അവോയ്ഡഡ് ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഫ്രം ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നു. നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ജേർണലിസ്റ്റുകൾ അദ്ദേഹത്തെ വളഞ്ഞു. വിത്ത് സുഹാൻഷി ഹൈദർ, ഡോക്ടർ ഓഫ് സുബ്രഹ്മണ്യൻ സ്വാമി സീമിംഗ്ലി ബീങ് റോയലി സ്റ്റണ്ട് ബൈ ദ നോർവീജിയൻ PM എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാണ്. ആ ദൃശ്യങ്ങൾ നോർവീജിയൻ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുടെ ജേർണലിസ്റ്റുകളുടെ അടുത്ത് നിന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരും ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊരു മറുപടിയും കൊടുക്കാതെ, നമ്പർ 1 ഇൻഡെക്സ് ആണല്ലോ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ, അതിനൊരു മറുപടിയും കൊടുക്കാതെ അവരെ അവോയ്ഡ് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അത് ചർച്ചയായില്ല. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ശ്രദ്ധിച്ചത് പോലുമില്ല. അങ്ങോട്ട് പോകുന്നത് കാര്യങ്ങൾ ചർച്ചയായി. അതിനുശേഷം ഈ ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക ഇവർ പിന്നീട് പ്രസ് കോൺഫറൻസിന് വന്നിരുന്നു. വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് ആണ് ഇവർക്ക് മറുപടി കൊടുക്കാനായിട്ട് വന്നിരുന്നത്. ഇവരുടെ ആദ്യത്തെ ചോദ്യം ഇന്ത്യ നോർവേ റിലേഷൻസിന് തന്നെ തുരങ്കം വയ്ക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഹാസ് ആൻ അലഗഡ്ലി പ്ലാന്റഡ് റേസിസ്റ്റ് പ്രോ ചൈന നോർവീജിയൻ ജേർണലിസ്റ്റ് ഡാമേജ്ഡ് ഇന്ത്യ നോർവേ റിലേഷൻസ് എന്നാണ് മാധ്യമങ്ങളൊക്കെ അതിന് വാർത്ത കൊടുക്കുന്നത്. കാരണം ഇവർ ആദ്യം ചോദിച്ചത് വൈ ഷുഡ് വി ട്രസ്റ്റ് യു എന്നാണ് ചോദിച്ചത്. അതായത് നിങ്ങൾ എന്തിന് വിശ്വസിക്കണം, നോർവേ എന്തിന് ഇന്ത്യയെ വിശ്വസിക്കണം എന്നാണ് സിബി ജോർജിനോട് ചോദിച്ചത്. അതിന് നല്ല കിണ്ണം കാച്ചിയ മറുപടി സിബി ജോർജ് അവിടെ നിന്ന് കൊടുത്തു. ഇവർ ഇടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ സിബി ജോർജ് പറയുന്നു, ഇത് എന്റെ ഊഴമാണ്, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറയട്ടെ, ഞാനത് മറുപടി പറഞ്ഞ് തീരുന്നത് വരെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു. അയാൾ വളരെ ഭംഗ്യം തരെയാണ് പറഞ്ഞു. അപ്പോൾ ഇവര് വീണ്ടും അസ്വസ്ഥയായിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, ബഹിഷ്കരിച്ചു പോകുന്ന കാഴ്ചയാണ്. കാരണം ഇവർക്ക് ആ മറുപടി പോലും താങ്ങാനുള്ള ശക്തിയില്ല. പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇന്ത്യ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇന്ത്യയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഡെമോക്രസിയെ കുറിച്ചോ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ചൊരു വ്യത്യാസമുണ്ടെങ്കിൽ ജനങ്ങളാണ് രാജാവ്. അവർക്ക് കോർട്ടിൽ പോയി അതിന് പോരാടാനുള്ള സ്വാതന്ത്ര്യം പോലും ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ നോർവീജിയൻ മാധ്യമ പ്രവർത്തകയോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിലേക്ക് പൊക്കോ എന്ന് സിബി ജോർജ് പറഞ്ഞു എന്നാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതല്ല പറഞ്ഞത് എന്നുള്ളത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. DD ന്യൂസിലൊക്കെ അതിന്റെ ഫുൾ ബൈറ്റ് ഉണ്ട്. പിന്നെ ഇവരുടെ പത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1.6K ഫോളോവേഴ്സ് മാത്രമാണ് ഇവർക്ക് എക്സ് പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. ഇവർ 2 വർഷമായിട്ട് ഇവർ ആബ്സ്കോണ്ടിങ്ങിലായിരുന്നു. എക്സിലൊന്നും ഇവർ സജീവമല്ല. ഈ മാധ്യമ പ്രവർത്തക ഹെല്ലെ ലിങ്ക് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക ഇവരുടെ പത്രത്തിന് പോലും ടേൺസ് ഔട്ട് ന്യൂസ് പേപ്പർ ഡാക്സാവിസൺ എന്നാണ് അവരുടെ ന്യൂസ് പേപ്പറിന്റെ പേര്. ഇറ്റ്സ് എ ടൈനി അണ്ടർ 50,000 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ്, 15,000 പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ന്യൂസ് പേപ്പറാണ്. മാസീവ് സർക്കുലേഷൻ ഡ്രോപ്പ്, ബ്ലീഡിംഗ് മണി ആൻഡ് സർവൈവിംഗ് മോസ്റ്റ്ലി ഓൺ ഗവൺമെന്റ് സബ്സിഡീസ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഗവൺമെന്റ് സബ്സിഡി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു മഞ്ഞ പത്രമാണ് ഇവരുടേത്. നമ്മളെ ഈ ഫ്ലാഷ് ഒക്കെ പോലെ അങ്ങനത്തെ ഒരു പത്രം മാത്രമാണ്. 3 മണിക്ക് ഇറങ്ങുന്ന ഒരു പത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇവരുടെ പത്രം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പക്ഷേ ഈ നോർവേയുടെ ഈ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടുള്ള അവരുടെ വംശീയ വിദ്വേഷം തീരുന്നില്ല. ഇന്ന് രാവിലെ നോർവേയിൽ നിന്ന് വേറൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ആ വാർത്ത എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ച് നോർവേ പത്രത്തിൽ കാർട്ടൂൺ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് നോർവേയുടെ
ഏറ്റവും വലിയ പത്രമായിട്ടുള്ള ആഫ്റ്റർ പോസ്റ്റൺ എന്ന് പറയുന്ന പത്രത്തിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം, ഇതൊരു മാധ്യമ പ്രവർത്തകയുടെ ഒരു ത്വരയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയോടുള്ള പാഷനോ ഇന്ത്യക്കാരോടുള്ള അവരോടുള്ള സ്നേഹമോ ഒന്നുമല്ല. ഇവർക്ക് ഉദ്ദേശങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആ പാമ്പാട്ടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ ദൃശ്യം കാണണം. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ലുക്ക് കാണണം. ആ ലുക്ക് ഇവർ കൊടുത്തിരിക്കുന്നത്, ഇത് തേജസിന്റെ ന്യൂസാണ്. ആ ലുക്ക് അവർ കണ്ടോ, ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടോ, കറുത്ത നിറത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവർ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ അവരുടെ റേസിസം കൃത്യമായിട്ട് പ്രകടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ നോർവേയിൽ നടക്കുന്നത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതും തന്നെ ധനുഷിന്റെ ഒരു പരാമർശത്തിൽ ഞാൻ പ്രതിഷേധം അറിയിക്കുന്നു. അതായത് ഫ്ലാഷിനെ മഞ്ഞപ്പത്രം എന്ന് വിളിച്ചതിൽ. കാരണം ഞാനതിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഞാനൊരു 4.5 വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഫ്ലാഷിന്റെ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഞ്ഞപ്പത്രമല്ല, അന്തിപത്രമായിരുന്നു. രാഷ്ട്രദീപിയോടൊപ്പം തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ സർക്കുലേഷൻ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പൂട്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ അത് കാര്യത്തിലേക്ക് വരാം. ഏതായാലും ഈ മാധ്യമ പ്രവർത്തകരെക്കാൾ കൂടുതൽ നമുക്ക് രണ്ടുപേർക്കുമാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അന്തസ്സും ആഭിജാത്യവും ഉള്ളത്. കാരണം 15,000 സബ്സ്ക്രൈബേഴ്സ്, അതും പൈസ കൊടുത്ത് കയറ്റിയ 15,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു മാധ്യമവും മാധ്യമ പ്രവർത്തകയുമാണ്. അവിടെയാണ് നമ്മളെപ്പോലെ അവരുടെ ഒരു 10 ഇരട്ടി സബ്സ്ക്രൈബേഴ്സ് ഉള്ള, അതായത് പെയ്ഡ് അല്ല, നമ്മുടെ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന, വാർത്തകളെ സ്നേഹിക്കുന്ന ആളുകളാണ്, ദേശസ്നേഹികളാണ് ഇതിനകത്ത് സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അതിൽ തന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളെ കണക്കുള്ള മാധ്യമങ്ങൾ, നമ്മുടെ ഇന്ത്യയെ നോക്കിയാൽ മതി. നമ്മളടക്കം എത്രയോ തവണ നമ്മൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നയങ്ങൾ നമുക്ക് തെറ്റാണെന്ന് തോന്നുമ്പോൾ, നമുക്ക് നമ്മുടെ നിലപാടാണ് ശരിയെന്ന് തോന്നുമ്പോൾ നമ്മൾ അതനുസരിച്ച് വാർത്ത ചെയ്യാറും. ഇനി പ്രധാനമന്ത്രി അടക്കം വളരെ മോശമായി ചിത്രീകരിക്കുന്ന അനവധി വാർത്തകളുണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഒരു ദിവസം എത്രത്തോളം പ്രധാനമന്ത്രി അപമാനിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് വരുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ പിടിച്ച, എനിക്ക് BJP ചില സമയങ്ങളിലൊക്കെ ഇഷ്ടം തോന്നുന്ന കാര്യം അവരുടെ ഒരു 2 പോളിസികളാണ്. ഒന്ന്, ഒരു സംസ്ഥാന സർക്കാരുകളെ ഞങ്ങൾ പിരിച്ചുവിടില്ല എന്ന്. കാരണം അത് പറയാൻ അവർക്കൊരു കാരണമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് പിരിച്ചുവിടപ്പെട്ടത് അവരുടെ സംസ്ഥാന സർക്കാരുകളായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ കയറി ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല. ഇന്നുവരെ അവരത് ചെയ്തിട്ടില്ല. മണിപ്പൂർ പോലും രാഷ്ട്രപതി ഭരണം ഒരു തൽക്കാലത്തേക്ക് കൊണ്ടുവരികയും അതിനെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് അവർ ചെയ്തത്, പിരിച്ചുവിട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം മാധ്യമ സ്വാതന്ത്ര്യമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു സമയത്തും ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ ക്രൂശിക്കില്ല. എവിടെയെങ്കിലും ക്രൂശിച്ചിട്ടുണ്ടോ? യോഗി ആദിത്യനാഥ് എല്ലാവരും പറയുമല്ലോ വില്ലനാണ്, ഫാസിസ്റ്റ് ആണ്. ഇന്ന് വരെ അദ്ദേഹം ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരെ പിടിച്ച് തുറുങ്കിലടക്കുന്ന കണ്ടിട്ടുണ്ട്? എന്നാൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ്. സിദ്ദിഖാപ്പിന് ഇവിടുന്ന് പോയത് മാധ്യമപ്രവർത്തനത്തിനല്ലായിരുന്നല്ലോ. അവിടെ കൊണ്ട് വേറെ തിരികൊളുത്താൻ പോയ സാധനത്തിനാണ് അത് പിടിച്ചിട്ടത്. ഹത്രാസ് കേസിനകത്ത് കൊണ്ടുവന്ന് തിരികൊളുത്താൻ പോയതിന് പിടിച്ചത്, കാർ ഉൾപ്പെടെ പിടിച്ചത്. പിന്നെ ആൾട്ട് ന്യൂസിന്റെ സ്ഥാപനം പിടിച്ചിട്ടുണ്ട്. അത് മണി ലോണ്ടറിങ്ങിനാണ് പിടിച്ചത്, അല്ലാതെ അയാൾ വാർത്ത എഴുതിയാനല്ല. അപ്പം ഇങ്ങനെ 1-2 കേസുകൾ മാത്രം. നേരെ മറിച്ച് കേരളത്തിൽ പോലും മാധ്യമപ്രവർത്തകരെ അകത്താക്കിയ സംഭവങ്ങൾ അനവധിയുണ്ട്. അതുപോട്ടെ, നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയാം, നമുക്ക് രാജ്യത്തെ കുറിച്ച് പറയാം, രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നലെ സിബി ജോർജ് എന്ന് പറയുന്ന കോട്ടയത്തുകാരൻ ഒരു നസ്രാണി കൊടുത്തൊരു മറുപടി ഉണ്ട് ഈ മാധ്യമപ്രവർത്തകർ. അതിനകത്ത് ആദ്യം അദ്ദേഹം പറയുന്ന കാര്യം, ബഹുസ്വരത എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കാരണം നിങ്ങളുടെ പൂർവികർ ഇവിടെ ഉണ്ടായിരുന്ന പൂർവികരെ കൊന്നൊടുക്കിയതിനു ശേഷമാണ് നിങ്ങളിവിടെ ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റി വന്ന ഇടങ്ങളിലെല്ലാം അവരവിടെ ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന ജനത്തിനെ കൊന്നു ഒഴിച്ചുകൂടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇവർ ഈ പ്രായച്ചിത്തം എന്നോണം വെള്ളരി പ്രാവാണ്, ഞങ്ങള് സമാധാനത്തിന്റെ ഇതാണ് എന്ന് പറഞ്ഞവർ നടക്കുന്നത്. മറ്റൊന്ന്, ഈ സവർണ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സായിപ്പിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പോലും വന്നത്. ഇവിടെ പോലും പല അച്ഛന്മാർക്കും പള്ളിയിലെ പുരോഹിതന്മാർക്ക് ഹിന്ദുക്കളോട് പുച്ഛമാണ്. അവരൊരു അപ്പർ ക്ലാസ് ആണെന്ന് അവർ കരുതുന്നുണ്ട്. ഇത് പുറത്തവർക്ക് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കാണിക്കാൻ വലിയ പാടാണ്. കാരണം എന്താണ് പറയുന്നത്, കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആരെങ്കിലും ചോദിക്കും. കാരണം ഇവരെപ്പോഴും സവർണ മേധാവിത്വത്തിനെതിരെ വാതുറക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഇത് പറയാൻ പുച്ഛമാണ്. എനിക്ക് നേരിട്ട് അറിയാം, ഒരുപാട് കേസുകളുണ്ട്. അവര് നമുക്ക് സീറ്റ് പോലും തരില്ല, അവർ ഒരു അകലത്തിൽ നിർത്തും. അപ്പൊ സംസാരത്തിൽ പോലും അവരുടെ ഒരു പുച്ഛമാണ്. എന്നാ എന്റെയൊക്കെ പൂർവികര് മതം മാറിയതാണ് അവരെന്നുള്ള കാര്യം അവരറിയുന്നില്ല. അത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോർവേ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവായിട്ടാണ് പലപ്പോഴും അറിയപ്പെടുന്നത്. ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ. അത് ഈ നോർവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു നോർവേ എന്താണ് ഇടപെടാത്തത്. നോർവേക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ഈ സായിപ്പന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. സായിപ്പന്മാർക്ക് പണി കിട്ടുമെന്നുള്ളിടത്ത് ഇവർ വാലും ചുരുട്ടി ഓടും. പണി കിട്ടാത്തടത്ത് ഇവർ ആക്രോശിക്കാറുമുണ്ട്. ഇറാൻ അമേരിക്ക വാറിൽ ഇവരെന്തെങ്കിലും വാതുറന്ന് കേട്ടിട്ടുണ്ടോ? ഈ നോർവേ സമാധാനത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് നോർവേ. നല്ല രാജ്യമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കേട്ടിട്ടുണ്ടോ? ഇല്ല.
എവിടെങ്കിലും ഒരിടത്ത് ഈ ഭീകരവാദികൾ തകർത്താടുമ്പോൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ വാതർന്നു കണ്ടിട്ടുണ്ടോ? ഇല്ല. പകരം നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഒന്ന് കൊട്ടി. ഇപ്പൊ ഈ എന്താ പറയുക, വാഴ നനയുമ്പോൾ ചീര നനയും. കാരണം നരേന്ദ്രമോദിക്ക് ആ രാജ്യത്ത് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി ഉണ്ട്. ആ പബ്ലിസിറ്റിയുടെ ഒരു ചെറിയ പങ്ക് എനിക്കൂടെ കിട്ടിയ നല്ലതല്ലേ? നമ്മുടെ ഇവിടെയൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പല ആളുകളും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിടും, പിന്നെ എന്തെങ്കിലും തെറി എഴുതിയിടുക, അല്ലെങ്കിൽ മോശം. കാരണം എന്താ വെച്ചാൽ അവർക്ക് പബ്ലിസിറ്റി കിട്ടണം, റീച്ച് കിട്ടണം. അത് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാണ്. അതേപോലെ ഒരു ഗിമ്മിക്കാണ് ഇവർ ചെയ്തത്. അല്ലാതെ ഇവരെന്ത് ചോദ്യമാണ് ചോദിച്ചത്? ഇത് അതെ, നമുക്കിപ്പോ ഒരാളുടെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ, ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ ഒരാളുടെ ഒരു രാഷ്ട്രീയ നേതാവിനോട് വലിയൊരു ഭരണാധികാരിയോട് ചോദ്യം ചോദിക്കണമെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമായിരിക്കണം. ഇവരെന്താണ് ചോദിച്ചത്? ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി ആ മണ്ണിൽ പോയി നിന്ന് എരന്ന് ചോദിച്ച് വിസ വാങ്ങി കറങ്ങാൻ വന്നതല്ല. ആ രാജ്യത്തിന്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയതാണ് പ്രധാനമന്ത്രി. ആ രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അത് മാത്രവുമല്ല, അവിടുത്തെ അവിടെ ഇത് എന്താണ്, ഒരു അംഗീകാരവും നൽകുകയുണ്ടായി. 32ാമത്തെ രാജ്യമാണ് പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകുന്ന 32ാമത്തെ രാജ്യം. ഇതൊരു പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തെങ്കിലും ഒരു നേട്ടം ഈ രാജ്യത്തെ കൊണ്ട് ഉണ്ടാകണമല്ലോ. അതല്ലാതെ ഇപ്പൊ പ്രധാനമന്ത്രി ഒരാഴ്ചത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് കറങ്ങാൻ, അല്ലെങ്കിൽ ടൂർ വിസ എടുത്ത് കറങ്ങാൻ പോയതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, യൂറോപ്യൻസ് എപ്പോഴും ഇന്ത്യക്കാരെ അപമാനിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻസിനെ താഴ്ത്തിക്കെട്ടുക. ഇത് തന്നെയാണ് 30 വർഷമായിട്ട് UK-യുമായിട്ട് നമ്മുടെ ട്രേഡിംഗ് കരാർ നടക്കാത്തതിന്റെ പ്രധാന പ്രശ്നം. ഇത് തന്നെയായിരുന്നു. ഇവർക്കൊരു മേൽക്കോയ്മയുണ്ട് സായിപ്പിന് എപ്പോഴും. ഞങ്ങളുടെ അടിയാളന്മാരാണ് ഇന്ത്യ, ഇല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ജനം ഞങ്ങളുടെ അടിയാളുകളാണ്, വിവരമില്ല. ഇവർ ക്രിസ്ത്യാനിറ്റി കുറെ പേര് പറയാറില്ലേ, ഇവിടെ കിടക്കുന്നവർക്ക് വിവരമില്ല, വിദ്യാഭ്യാസമില്ല, എന്തൊക്കെയോ ആരാധനകൾ നടത്തുന്നു, തീയെ ആരാധിക്കുന്നു, ഹനുമാനെ ആരാധിക്കുന്നു, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഹനുമാൻ പ്രതിമയ്ക്കെതിരെ അമേരിക്കയിലൊക്കെ വലിയ പ്രതിഷേധം. ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഹിന്ദുക്കളോടാണ് പൊതുവെ ഉള്ള ഒരു പുച്ഛമാണ് ഇവർക്ക്, പണ്ട് തൊട്ടേ ഉള്ളതാണ്. കാരണം ഇവർക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ മതമാണ് വലുത്, ശരി ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പോവുകയാണ് ഇതിന്റെ കാര്യങ്ങളല്ല. അപ്പം ഇതേ രീതിയിൽ അപമാനിക്കും. ഇവിടെ കേരളത്തിൽ അതേ രീതിയിൽ അപമാനിച്ച് യൂട്യൂബിൽ വാർത്ത ചെയ്യുന്നവരില്ലേ, ഹിന്ദുക്കൾക്ക് വിവരമില്ല, പ്രാകൃതരാണ് എന്നാണ് പറയുക. നമ്മൾ ഈ ഹിന്ദുക്കൾ പ്രാകൃതരായതുകൊണ്ടാണ് ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്നതെന്ന് കൂടി അവർ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചുകൂടെ ഇവരെ പോലെ പരിഷ്കാരികളായിരുന്നെങ്കിൽ ഇവരെ കൊന്നെടുക്കുക തന്നെ. കാരണം ഇവരിതാണല്ലോ എല്ലാ രാജ്യങ്ങളും ചെയ്തത്. ഇന്ന് അവർ പല രാജ്യങ്ങളും വാങ്ങിക്കൂട്ടുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ഇവർ ചെയ്ത് വെച്ച ദുരിതം കുറെ പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അവരിൽ നിന്നും ഉയർന്നൊരു കർമ്മ എന്നുള്ളൊരു സാധനമാണ് ഇപ്പോൾ അവർക്ക് പലയിടത്തും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എന്ന് പറയുന്ന പല രാജ്യങ്ങളും പോകുന്നത്. അത് വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇത് എല്ലായിടത്തും ഈ പുച്ഛരസം ഇവർക്കുള്ളതാണ്. അപ്പം മോദി അപമാനിച്ച് ഈ മാധ്യമപ്രവർത്തനം ഒറ്റ ദിവസം കൊണ്ട് ലോകത്ത് മുഴുവൻ ഹിറ്റാകും. നമുക്കറിയാം, മുമ്പ് സ്വിറ്റ്സർലൻഡിൽ ആയിരുന്നു അവിടുത്തെ ഒരു MP പാർലമെന്റിൽ ഒരു പാട്ടുപാടി, ഒരു ഗോത്രവർഗത്തിന് പാട്ടുപാടി പ്രതിഷേധം അറിയിച്ചു. ആ MP വളരെ വേഗം വൈറലായ ഒരു കാഴ്ച നാം എല്ലാം കണ്ടതാണ്. ഇന്ന് ആ MP കുറിച്ച് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ MP പറയുന്ന പ്രസ്താവന കേൾക്കുന്നുണ്ടോ? അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസത്തെ വൈറലാകാൻ ഈ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വിദേശ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ മാധ്യമങ്ങൾ എപ്പോഴാണ് ഇന്ത്യ പുകഴ്ത്തിയിട്ടുള്ളത്? അവരെപ്പോഴും ഹിന്ദുക്കളെ ഇകഴ്ത്താനും ഇന്ത്യ ഇകഴ്ത്താനും വേണ്ടി മാത്രമാണ് അവരുടെ സമയം ചെലവഴിക്കുന്നത്. എപ്പോഴും അവര് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഡെക്സുകൾ ഏത് പത്രത്തിലാണ് ആദ്യം വരുന്നത്? ഈ ന്യൂയോർക്ക് ടൈംസിലോ ഇല്ലെങ്കിൽ BBC-ലോ CNN-ലോ ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് ഇവർ തന്നെ ഇവരുടെ മാധ്യമങ്ങൾ ഇടുന്നു. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നു. സ്വാഭാവികം മാത്രം. അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നരേന്ദ്രമോദിയുടെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഗോദ്ര കലാപം അടക്കം ഒരു ഡോക്യുമെന്ററി ചെയ്ത് BBC ഇന്ത്യയിൽ, അവർക്ക് ഹിന്ദി പതിപ്പുണ്ട്, ഇന്ത്യയിൽ സംപ്രേഷണം നടത്തി. ഹിന്ദി പതിപ്പിന് കൂടാതെ അവര് ബംഗാൾ പതിപ്പ് കൂടെ ഇറക്കി. എന്തിനാണ് ബംഗാൾ പതിപ്പ് ഇറക്കിയത്? നമുക്ക് ഹിന്ദിയാണല്ലോ ദേശീയ ഭാഷ, അപ്പൊ ഹിന്ദിയിൽ ഇറക്കിയാൽ മതിയായിരുന്നല്ലോ, ഇല്ല ഇംഗ്ലീഷ് മതിയായിരുന്നല്ലോ. ബംഗാളിൽ ഇറക്കിയാൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഒരു പത്രം ചെയ്ത പോക്രിത്തരമാണ്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കൊമ്പും കുഴലൊന്നുമില്ല. കാരണം മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയക്കാരാകുമ്പോഴാണ് മനുഷ്യ ഈ വഴിനീളെ കിടന്ന് തെരുവിളി കേൾക്കേണ്ടി വരുന്നത്, മാപ്ര എന്നുള്ള വിളി കേൾക്കേണ്ടി വരുന്നത്. ഒന്നുകിൽ നമുക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഇപ്പൊ നമുക്കൊരു നിലപാടുണ്ട്, അത് നമ്മുടെ രാഷ്ട്രത്തോടുള്ള നിലപാടാണ്. അതിപ്പോ BJP അതിന് അനുകൂലമായി നിൽക്കുമ്പോൾ നമ്മൾ BJPക്ക് അനുകൂലം. നാളെ രാഹുൽ ഗാന്ധിയാണ് ഈ രാഷ്ട്രത്തിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കുക തന്നെ ചെയ്യും. യാതൊരു ഡൗട്ടുമുള്ള കാര്യമല്ല അതിനകത്ത്. ഇനി നാളെ പിണറായി വിജയൻ നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമായി ഒരു നിലപാടെടുക്കട്ടെ, ഇല്ലെങ്കിൽ ആ നിലപാടിനോട്ട് അദ്ദേഹം മുമ്പോട്ട് പോട്ടെ, തീർച്ചയായിട്ടും നമ്മൾ ശ്രീ പിണറായി വിജയൻ നമ്മൾ ചെയ്യും. അത് CPM-നോടോ ഇല്ല BJP-യോടുള്ള വിധേയത്വമല്ല, പകരം രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു നേതാവ് ഉയർന്നു വരുമ്പോൾ ആ നേതാവിനോടുള്ള നമ്മുടെ സ്നേഹം മാത്രമാണത്. പക്ഷെ ഈ മാധ്യമങ്ങൾ ഈ രീതിയിലാണ് പെരുമാറുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മലയാളിയാണ് അദ്ദേഹം, CB ജോർജ് എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി. അദ്ദേഹം എണ്ണി മറുപടി പറയുമ്പോൾ ആ മറുപടി പോലും കേൾക്കാതെ ഓടുകയാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ നമ്മുടെ രാഹുൽ ഗാന്ധി വിദേശ സന്ദർശനം നടത്താറല്ലേ? അദ്ദേഹം ആരെയാണ് അവിടെ പോയി കാണുന്നത്? ഇതുകളൊക്കെയുള്ള കുലുക്കിക്കുത്തികളായിട്ടുള്ള മഞ്ഞപ്പത്രപ്രവർത്തകരെയാണ് അദ്ദേഹം അവിടെ പോയി കാണുന്നത്.
ആ പത്രപ്രവർത്തകർ കുറെ കാര്യങ്ങൾ പറയും. അതും കൊണ്ട് ഇവിടെ വന്നിരുന്നിട്ട് പത്രസമ്മേളനം വിളിച്ച് കുറെ തള്ളുകളും, അതങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് തന്നെയല്ലേ നടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ മോദി ഒളിച്ചോടി എന്ന് പറയുന്നത് കാര്യം, ആ മാധ്യമ പ്രവർത്തകർ എന്ത് റിലവന്റ് ആയിട്ടുള്ള, എന്ത് ആധികാരികമായിട്ടുള്ള ചോദ്യമാണ് ആ മാധ്യമ പ്രവർത്തകർ ചോദിച്ചത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അവര് ചോദിച്ചത് നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നത് അത് എന്ത് കാര്യത്തിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം നോർവേയെ എപ്പോഴെങ്കിലും ഇന്ത്യ ചതിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോർവേക്കാരെ എപ്പോഴെങ്കിലും നമ്മൾ വഞ്ചിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും കൊന്നൊടുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മൾ എന്ത് കുൽസിത പ്രവൃത്തിയാണ് ചെയ്തിട്ടുണ്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമപ്രവർത്തകർ ആ ഒരു ചോദ്യം ചോദിക്കുന്നത്? ഇവരാകെ ചോദിച്ച ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മള് ഈ കേരളത്തിലാണെങ്കിലും ഞാൻ ഉൾപ്പെടെ പത്രസമ്മേളനങ്ങൾ അനവധി പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്കും ആ പത്രസമ്മേളനത്തിന് എന്താണോ വിഷയം, ആ വിഷയം നോട്ട് ചെയ്തുകൊണ്ട് പോയി കുറുക്കി കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് അവരുടെ ശ്രദ്ധ ആകർഷിച്ച് അത് കൃത്യമായി മറുപടി വാങ്ങാൻ വേണ്ടി. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പൊ മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്നിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനെ കുഴക്കുന്ന ഭരണപരമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടിന് നിറം പോരല്ലോ എന്ന് ചോദിക്കാൻ കഴിയില്ലല്ലോ. അത് മാധ്യമപ്രവർത്തനം. അത് വേണമെങ്കിൽ നമുക്ക് ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്ക് ലോഹ്യം ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇത് വിശ്വസിക്കരുത്. അതായത് ഈ മാധ്യമ പ്രവർത്തകർക്ക് ലോകത്തെ കുറിച്ച് അറിയില്ല, ഇന്ത്യയെ കുറിച്ച് അറിയില്ല, ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് അറിയില്ല. ഇവർക്ക് ഒന്നെങ്കിൽ ഇവർക്ക് വൈറലാകാൻ വേണ്ടി ഇവർ ചെയ്തത്, ഇല്ലെങ്കിൽ അന്ധമായ ഇന്ത്യ വിരോധം, ഹിന്ദു വിരോധം, അതാണ് ഇവര് കൃത്യമായി അത് പ്രതിഫലിച്ചത്. ഇത് പുതിയ സംഭവമല്ല. പണ്ട് ന്യൂയോർക്കിൽ നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പേര് ഞാൻ ആ പ്രോഗ്രാമിന് അവിടെ സർദേശായി പോയില്ലേ ഇവിടുന്ന്. എന്നിട്ട് എന്താ അവിടെ കാട്ടുകുട്ടിയെ പേക്കൂത്തരം അവിടെ മോഡിയാണെന്ന്. അതിന് പോയിട്ട് ഇവിടുന്ന് പിന്നെ അന്ന് പത്രക്കാരും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, വേണമെങ്കിൽ വരാൻ പറഞ്ഞു. ഇദ്ദേഹം കയറി ഇവിടുന്ന് പോയി. അവിടെ പോയി ഇദ്ദേഹം കാണിച്ചപ്പം എന്താണ് അവിടുത്തെ ജനം ഇദ്ദേഹത്തിന് കൊടുത്ത സമ്മാനമെന്ന് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അദ്ദേഹത്തിന്റെ കോട്ട് പിടിച്ച് വലിച്ച് പുറത്തിട്ടു ജനം. നീ പുറത്തുനിന്ന് അഭ്യാസം കാണിച്ചാൽ അകത്തോട് കാണിക്കണ്ട. അവിടെ അകത്ത് പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണ്. ഇന്ത്യയിലുള്ളവരെക്കാൾ കൂടുതൽ ആത്മാർത്ഥത ഇന്ത്യയിലുള്ള പുറത്തുള്ള ആളുകൾ, പ്രവാസികൾ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് വലിയ യാഥാർത്ഥ്യം. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു സംഭവം. ഇതിനകത്ത് അദ്ദേഹം ഒളിച്ചോടി എന്ന് വെച്ചാൽ അതാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഒരു പ്രോട്ടോകോൾ? എന്താണ് ഒരു രാജ്യത്തിന്റെ രണ്ട് പ്രധാനമന്ത്രിമാർ? ഇപ്പം നമ്മുടെ രാജ്യത്ത് എത്രയോ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ എന്താ മോശം പത്രപ്രവർത്തകരാ? എല്ലാം നല്ല സൂപ്പർ പത്രപ്രവർത്തകരല്ലേ ഉള്ളത്. ഇവിടെ പുടിൻ വന്നില്ലേ, ട്രംപ് വന്നില്ലേ, ഷീ ജിൻപിങ് വന്നില്ലേ? അപ്പോഴൊക്കെ ഈ സംയുക്ത വാർത്താ സമ്മേളനം നടക്കാറുണ്ടല്ലോ. അവിടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമല്ലേ? ആ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകുന്നത്? ഷീ ജിൻപിങ് ആയിരുന്നു, ഇല്ലെങ്കിൽ പുടിനാണോ വരുന്നത്? അവരുടെ കൂടെ വരുന്ന സെക്രട്ടറി അടക്കമുള്ളവരാണ് ആ മറുപടി നൽകുന്നത്. ചോദ്യം എന്തായിരിക്കും? ഊർജ്ജ സുരക്ഷയെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ താരിഫ് നയത്തെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ട്രംപ് പിന്നെ ഞങ്ങളുടെ ഇന്ത്യയിലെ ചായ ഇഷ്ടമാണോ കാപ്പി ഇഷ്ടമാണോ എന്നുള്ളതല്ല. അതൊരു വേണമെങ്കിൽ നമുക്ക് ലോഹത്തിൽ ചോദിക്കാം. അതൊക്കെ ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം. ഒരു മാധ്യമ ധർമ്മം എന്താണ് എന്ന് നമ്മളെപ്പോഴും പറയും. മാധ്യമത്തിന് കുറെ റൂൾസ് ഉണ്ട് ഒരു ജേർണലിസ്റ്റിന്. ആ റൂൾസിനകത്ത് നിന്നാണ് ഒരു ജേർണലിസ്റ്റ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ എന്തും വിളിച്ചു പറയാനും എന്തും ചോദിക്കാനും ഉള്ള ലൈസൻസ് അല്ല. കയ്യിലിരിക്കുന്നത് ചെങ്കോലല്ല. പാവപ്പെട്ടവന്റെ ശബ്ദം അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഊന്നുവടി മാത്രമാണ് കയ്യിലിരിക്കുന്ന ഈ മൈക്ക് എന്ന് പറയുന്ന സാധനം. ചെങ്കോലാണെന്ന് നമ്മൾ കരുതുമ്പോഴാണ് നമ്മൾ രാജാവായിട്ട് മാറുന്നത്. നമ്മൾ രാജാവാകുമ്പോഴാണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നതൊക്കെ എന്താണ് ചെറിയ കീടങ്ങളായിട്ട് നമുക്ക് തോന്നും. അതാണ് ഈ മാധ്യമപ്രവർത്തകരെ വഴിതെറ്റിക്കുന്ന ഒരു കാര്യം. അതല്ല അതിന്റെ നമ്മളുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ്സിനും ഒപ്പം തന്നെ ലെജിസ്ലേറ്റീവിനും ഇടയിൽ ഇതിനെല്ലാം സംയോജിപ്പിച്ചു കൊണ്ടുപോവുക. കൃത്യമായി തന്നെ നമ്മുടെ ഡെമോക്രസി അത് പറയുന്നുണ്ട്. എന്താണ്? ലെജിസ്ലേറ്റീവ് നിയമങ്ങൾ ഉണ്ടാക്കുകയും എക്സിക്യൂട്ടീവ് നടപ്പാക്കുകയും ജുഡീഷ്യറി അതിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്ന 4-ാം തൂണാണ് മാധ്യമങ്ങൾ എന്നാണ് പഠിപ്പിക്കുന്നതും പറയുന്നതും പ്രവൃത്തിയും അങ്ങനെയാണ്. ഇവിടെ ചെയ്യുന്നതോ സൂപ്പർ മുഖ്യമന്ത്രിമാരാകുകയും സൂപ്പർ ഹീറോകളാകാനും ആണ് മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. അവിടെയാണ് പാളിപ്പോകുന്നത്. ജനമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരുടെ താണല്ലോ ഇതെല്ലാം ചെന്നടിയുന്നത്. അപ്പൊ ആ ജനത്തിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ മനസ്സുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ മുമ്പിൽ സത്യം പറയുക. എപ്പോഴും നമുക്ക് സത്യം പറയണമെന്നില്ല, കാരണം നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ എപ്പോഴും സത്യമാകണമെന്നില്ല. ഇവിടെ ഈ നോർവേയുടെ മാധ്യമ പ്രവർത്തകർ ചെയ്തത് അവർക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ്. അവർ ഈ അടുത്ത് പിന്നെ ധനുഷാണ് എന്നോട് പറയാൻ തോന്നുന്നു, അവര് രാഹുൽ ഗാന്ധിയോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. ഫോണിൻ ഇന്റർവ്യൂ എങ്കിലും ചോദിച്ചിരിക്കുന്നത്. ഇതിനു ശേഷം ബന്ധപ്പെട്ട ഒരു ഫോണിൻ ഇന്റർവ്യൂ തരണോ രാഹുൽ ഗാന്ധിയോട്? അതെ അതെ അതെ. അപ്പൊ ഇത്രയും നിലവാരമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇല്ലേ അനവധി പിന്നെ നേതാക്കന്മാരെ മോശമായിട്ട് ചിത്രീകരിക്കുക എഴുതുകയൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകില്ല എന്ന് പറയുമ്പോൾ എന്ത് ചോദ്യമാണ് അവർ ചോദിച്ചത് എന്നുള്ളത് ഒരു മാധ്യമവും പറയുന്നില്ലല്ലോ. എന്താണ് ആ ചോദ്യം കൂടെ പറയണ്ടേ? ഒരു ചോദ്യം കൂടെ പറയണ്ടേ?
എന്താണ് എന്താണ് അവർ ചോദിച്ചത്, അതിനെന്താണ് മോദി മറുപടി പറയുന്നത്? എന്ത് ചോദ്യമാണ് അതിനകത്ത്, എന്ത് മറുപടിയാണ് മോദി പറയേണ്ടത്? ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ, വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ, നിലപാടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങളുടെ മറുപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് ഊഹിക്കാൻ പറ്റും. എന്റെ മറുപടി അത് തന്നെയായിരിക്കും. പക്ഷെ മോദി ഒരു പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന് ആ നിലവാരത്തിലേക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വിദേശ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലേലും മത്തായിക്ക് മയിലാണ് എന്നുള്ളതാണ് അതിന്റെ സാരാംശം. അതിനകത്ത് അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം ഇതാണ് ഇവരുടെ ഇത്. ഇപ്പൊ തുടങ്ങിയതല്ല ഈ അജണ്ട, 2014 മുതൽ തുടങ്ങിയ അജണ്ടയാണ്. വിദേശ മാധ്യമങ്ങളൊന്ന് പടച്ചുവിടും, അതേപോലെ അത് പൊലിപ്പിച്ചുകൊണ്ട് മലയാള മാധ്യമങ്ങൾ പടച്ചുവിടും, ഇന്ത്യൻ മറ്റു മാധ്യമങ്ങൾ പടച്ചുവിടും. ഇന്ത്യയിലെ ഈ നരേന്ദ്രമോദി സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളൊന്നുമില്ല. ഈ പറയുന്നില്ല ഗോഡി മീഡിയ ഏത് ഗോഡി മീഡിയ ആയിരിക്കുന്നു? ഒന്നുമില്ല, എല്ലാം എതിരാണ്. റിപ്പബ്ലിക് അനുകൂലമാണോ? ടൈംസ് നോ അനുകൂലമാണോ? ഇവരെല്ലാം മോദി വിരുദ്ധ മാധ്യമങ്ങളാണ്. അത് വാർത്തകൾ സ്ഥിരമായി കാണാത്തോണ്ടുള്ള കുഴപ്പം. നമുക്കറിയാതെ, നമ്മൾ സ്ഥിരമായി ഇവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്കറിയാം. ഇവരെല്ലാം ഭംഗിയായിട്ട് നിന്ന് എന്താണ് കുത്തിക്കൊടുക്കുന്ന ടീമുകളാണ്. ബാക്കിൽ നിന്ന് കുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇതൊക്കെ മോദി മീഡിയ ഇവർ വെറുതെ ഉണ്ടാക്കിവിടുന്ന അജണ്ട. ഒരു മാധ്യമം മോദി മീഡിയ ഇല്ല. നമ്മളടക്കം എന്തെങ്കിലും കേന്ദ്ര സർക്കാർ നല്ല രീതിയിൽ പറയുമെന്നുള്ളതല്ലാതെ ബാക്കി ഇവരെല്ലാം ഈ നമ്മുടെ എണ്ണം പറഞ്ഞ ദേശീയ മാധ്യമങ്ങൾ എല്ലാം മോദി വിരുദ്ധത്തിൽ തന്നെയാണ്. അത് ആ വാർത്തകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് പലപ്പോഴും അറിയാത്തത്. കൃത്യമായി ഫോളോ ചെയ്ത് പോയിക്ക് നമുക്ക് കൃത്യമായി തന്നെ ആ വരികൾക്കിടയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും കുത്തുന്ന കുത്ത് എവിടെയാണെന്നുള്ളത്. പലരും പറയും ഗുജറാത്ത് സമാചാരം എന്നൊക്കെ പറഞ്ഞാൽ പക്കാ മോദി വിരുദ്ധ മാധ്യമം തന്നെയാണ്. ഇതൊക്കെയാണ് ഇത്. അല്ലാതെ ഇതിപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുക്കാനൊരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു വിഷയം ചർച്ച ചെയ്തത്. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോലും വിഷയമല്ല. കാരണം നമ്മളെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ചാനലിനെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ചാനലിൽ 7 അയലത്ത് പോലും എത്താത്ത ഒരു മാധ്യമമാണത്. പെയ്ഡ് മെമ്പറാണ്, പൈസ കൊടുത്ത് കയറ്റി വെച്ചിരിക്കുന്ന മെമ്പർമാർ കേരളത്തിലുണ്ട്. മനുഷ്യ ഇത് കേരളത്തില് തിരുവനന്തപുരത്ത് പ്രസ് മീറ്റ് നടക്കുമ്പോൾ പോകണം, കുറെ മാധ്യമ പ്രവർത്തകരായിട്ടിരിക്കും, അവരോട് ചോദിക്കണം ഏത് പത്രത്തിന്റെ ആണെന്ന്. നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പത്രങ്ങളാണ്. അതായത് ഈ പത്രത്തിന്റെ ലൈസൻസ് എടുത്ത് വെച്ചുകൊണ്ട് PRD നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ റൺ ചെയ്യുന്നത്. അപ്പം കോൺഗ്രസ് വന്നാൽ കുറെ പേര് അവിടെ കാണും ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് വന്നാൽ അവിടെ കുറച്ച് പേര് കാണും. ഈ പത്രം റൺ ചെയ്യുന്നത് ഈ പത്രം അടിച്ചിറങ്ങുന്നൊന്നുമില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഒരു പത്രം കോപ്പി അങ്ങനെ അടിച്ചിറങ്ങാതെ ഇവിടുന്ന് കിട്ടുന്ന പരസ്യത്തിന്റെ പൈസ മേടിച്ച് ഒറ്റയാൾ പോരാട്ടമാണ്. ഞാൻ തന്നെ എഡിറ്റർ, ഞാൻ തന്നെ പ്യൂണ്, ഞാൻ തന്നെ എല്ലാം ഞാൻ തന്നെയാണ്, ഫണ്ടും ഞാൻ തന്നെ വാങ്ങും. ഇങ്ങനെ ചെയ്യുന്ന എത്ര പേര് നമ്മുടെ കേരളത്തിലുണ്ട്? അത് എല്ലായിടത്തും ഉള്ളതാണ്. അതേപോലെ ഒരു മാധ്യമ പ്രവർത്തകയാണത്. ഇതൊക്കെ ധനുഷിന് അറിയാവുന്നതല്ല, പ്രസ് മീറ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളല്ല. പങ്കെടുക്കുമ്പോൾ അവരിക്കുന്ന ആളോട് നല്ല കുറെ പേര് ഇതിനുശേഷം അവരെ ഏറ്റവും വലിയ മാധ്യമം പുറത്തുവിട്ട ആ ഒരു കാരിക്കേച്ചറാണ് വളരെ രസകരമായിട്ടുള്ള സംഭവം. ഇതിനു മുമ്പ് ന്യൂയോർക്ക് ടൈംസ് ഒരു കാരിക്കേച്ചർ പുറത്തുവിട്ടത് ബിജുചേട്ടനെ അറിയാമല്ലോ. ന്യൂയോർക്ക് ടൈംസ് മറ്റേ ഇന്ത്യ ഓസ്ട്രോനോട്ട് ക്ലബിലോട്ട് വരുമ്പോൾ ഒരു പശുവിനെ പിടിച്ചുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഈ അമേരിക്കൻ ഓസ്ട്രോനോട്ട് ക്ലബിൽ കൊട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നാണ് നമ്മുടെ ഗഗൻയാൻ ദൗത്യം. അതിനുശേഷം നമ്മുടെ മൂണിന്റെ സൗത്ത് പോളിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത് നമ്മളാണ്, സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നത് നമ്മളാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും യു എയും നമ്മളും ചേർന്ന് നടത്തുന്ന ദൗത്യങ്ങൾ. പിന്നെ നമ്മളിപ്പോ ദൃഷ്ടി എന്ന് പറയുന്ന ഒരു വലിയ ചാര ഉപഗ്രഹം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ആർക്കുമില്ല, ഈവൻ ചൈനയ്ക്ക് പോലും ഇല്ലാത്ത ഒരു ടെക്നോളജിയിലാണ് നമ്മളത് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. അപ്പോൾ കാലാന്തരത്തിൽ യവമാരുടെ ഈ കാരിക്കേച്ചറിനൊക്കെ മറുപടി കൊടുക്കും. എന്താ കാലം മറുപടി കൊടുത്തോളൂ എന്നാണ് ബേസിക്കലി. അല്ലല്ല, ആ കാരിക്കേച്ചർ തന്നെ ശ്രദ്ധിക്കും. നരേന്ദ്രമോദി കറുത്തവനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഈ വർണ്ണവെറി അവിടെ കൃത്യമായി തന്നെ അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. വെളുത്തവനും കറുത്തവനും ഇത് തന്നെയല്ലേ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന സംഘർഷം. കറുത്തവരെ വെളുത്തവരെ ആക്രമിക്കുമ്പോൾ അവിടെ വലിയ ലഹളകളായി മാറാറുണ്ട്. എത്രയോ ലഹളകളുണ്ട് ചരിത്രത്തിലുണ്ട് അവിടെ. അപ്പം ഇവർക്ക് വർണ്ണവെറിയാണ് അതിൽ കൂടെ വ്യക്തമാക്കുന്നത്. അതായത് ഇവർ അതിൽ നിന്ന് തന്നെ അവരുടെ മോട്ടോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ? അതായത് ഇന്ത്യക്കാരനെ അപമാനിക്കുക, ഹിന്ദുവിനെ അപമാനിക്കുക, ഇന്ത്യക്കാരൻ ഒരു അടിമകളാണെന്നൊരു മനോഭാവം വെച്ചു പുലർത്തുക. ഇത് തന്നെയാണ് യൂറോപ്യൻസിന്റെ ഇപ്പോഴുള്ള അധപ്പതനത്തിന് കാരണം. അവരിപ്പോഴും ആ നിലയിലാണ്. പിന്നെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ വിളിക്കുന്നത്? ഇല്ലെങ്കിൽ നരേന്ദ്രമോദി പോകും എല്ലാ രാജ്യത്തും. കാരണം ഈ രാജ്യത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഒരുപാട് കരാറുകൾ വേണം. അതല്ലാതെ നമുക്കിപ്പോ ഇവിടെ ഞാൻ വലിയവരെവിടെ പറഞ്ഞ് പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ട്? ഇല്ല. നമുക്ക് എവിടുന്ന് ഇച്ചിരി ക്രൂഡ് ഓയിൽ കിട്ടും, നമുക്ക് എവിടുന്ന് ഇച്ചിരി ധാതുക്കൾ കിട്ടും, നമുക്ക് എവിടുന്ന് റയർ മെറ്റൽസ് കിട്ടും, ഇല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പ് ഉണ്ടാക്കാനുള്ള യന്ത്ര സാമഗ്രികളാണ് കഴിഞ്ഞ ദിവസം പോയി ഒപ്പിട്ടത്, ടാറ്റയുമായിട്ട് ചേർന്ന് ഒപ്പിട്ടത്. അത് എവിടുന്ന് കിട്ടും? ഇതൊക്കെ ഒരു ഭരണാധികാരി നോക്കും. അവിടെ അദ്ദേഹത്തിന് നേരെ വരുന്ന കല്ലേറ് നോക്കാനും അദ്ദേഹത്തിന്റെ ഇമേജ് നോക്കാൻ സമയം. ഇതൊക്കെ നോക്കി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഇദ്ദേഹം ഈ നാട് നീളെ കിടന്ന് തെണ്ടിയിട്ടല്ലേ 1 വർഷം പെട്രോളും ഡീസലും വില കൂടാതെ ഈ നാട്ടിൽ പിടിച്ചു നിർത്തിയത്. ഈ മനുഷ്യന് ഇമേജ് നോക്കിയിരുന്നെങ്കിൽ
അങ്ങനെ സംഭവിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയില്ല, അവർക്ക് നമ്മളോട് എതിർപ്പാണ്, ഇല്ലെങ്കിൽ ഞാൻ ഇവരെ കെട്ടിപ്പിടിക്കില്ല, ഒരു പ്രശ്നമാണ്. അദ്ദേഹം കെട്ടിപ്പിടിച്ചും യാത്ര ചെയ്തും ഓരോ രാജ്യത്തും യാത്ര ചെയ്താണ് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂട്ടാതിരുന്നത്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടിയില്ല യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ. ഇപ്പൊ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അല്പമെങ്കിലും നേരിയ തോതിലെങ്കിലും വില കൂട്ടേണ്ടി വന്നത്. ഇൻഡെക്സിൽ മുമ്പിലുള്ള രാജ്യങ്ങളിൽ എവിടെയാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കിട്ടുന്നത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേനും നമ്മൾ മോദി ഫാനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മോദി ഫാനല്ല, ഈ രാഷ്ട്രത്തിനോടൊപ്പം നിലകൊള്ളുന്നു എന്നാണ്. രാഷ്ട്രമാണ് നമുക്ക് ഫസ്റ്റ്, രാഷ്ട്രീയം ഞങ്ങൾക്ക് രണ്ടാമതേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം.